അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മമ്മാന്റെ സ്പെഷ്യൽ ചിക്കൻ സൂപ്പാണ്. അപ്പൊ അടിപൊളിയായിക്കാരം. അപ്പൊ അടിപൊളി സൂപ്പാണ് ഈ മമ്മ ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് കണ്ടാലോ വരും. പച്ചമല്ലി, കുരുമുളക്, ചെറിയ ജീരകം മൂന്നും പാടെ പൊടിച്ച് ആദ്യം കുറച്ച് നേരം പൊടിച്ചാൽ മതി. ഇതെന്താണ്? പൂന്തോട്ടിയുടെ വേര്, അതിൻ്റെ തൊലി എടുക്കുക. തൊലി കളയണല്ലേ? തൊലി കളയണ്ട, തൊലി അതിലരച്ച് ചേർക്കുക. ഈ വേര് കളയ. വേര് വേണ്ട അല്ലേ? വേര് വേണ്ട. പൊടിഞ്ഞോ? പൊടിഞ്ഞു. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് മാത്രമേ ഇപ്പം ചേർക്കൂ? എരിക്ക് കുരുമുളകോ? എരിവിന് കുരുമുളക്, മല്ലി, പച്ചമല്ലി, ചെറിയ ജീരകം, കുരുമുളക്, പൂന്തോട്ടി വേര്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇനി അത് കുറച്ച് വെള്ളം പാർന്നിട്ട് അങ്ങനെയൊക്കെ തന്നെ യൂട്യൂബിൽ പൈസ കിട്ടും. നല്ല പണിയാണ്. പിന്നെ എനിക്ക് കളിയാക്കാനും പണി. ഏയ് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനത്തെ ഇടക്കൊക്കെ ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കണത്? കർക്കിടക മാസത്തിൽ ഒരു കോഴി സൂപ്പ് വെക്കും. അതെന്തിനാ? അത് എടുപ്പും അരക്കെട്ടും നടുവും ഒക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്. ഇത് കർക്കിടക മാസം കഴിഞ്ഞിട്ട് ചിങ്ങമാസത്തിലാണ് ഇപ്പോൾ ഇത് വെക്കുന്നത്. ഉച്ചക്ക് സൂപ്പ് ഉണ്ടാക്കി മസാല കൂട്ടുക. മുസ്ലിങ്ങൾ കറി കായം കൂട്ടുക. അത് കായം കൂട്ടി മസാല കായം കൂട്ടി. അങ്ങനെയാണ്. സൂപ്പ് വെക്കണേൽ അധികം ആൾക്കാർ ഉപ്പിടാറില്ല. ഞാൻ ദിവസം ഉപ്പിടും. അതെന്താ ഉപ്പിടാത്തത്? ഉപ്പിടാതെ കുടിച്ചവന്മാർ എന്താ? ഉപ്പില്ലാതെ സൂപ്പ് വെക്കും. എന്നിട്ട് അത് കുടിച്ചാൽ മതി. അങ്ങനെ ഉപ്പില്ല. എൻ്റെ അമ്മായിയമ്മയുടെ അമ്മോസാക്കാൻ്റെ അമ്മയൊക്കെ ഉപ്പില്ലാതെ വെച്ചിരുന്നു. എന്നിട്ട് ഉപ്പില്ലാതെ തിന്നു. ഉപ്പിട്ടിട്ടാ ഉപ്പിട്ടിട്ടാ തിന്നു. ഉപ്പില്ലാതെ തിന്ന ഒരു രസം ഉണ്ടാവില്ല. ഉപ്പില്ലാതെ മണമണേനുണ്ടാവും. അപ്പം ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കല്ല് കഴിച്ചാൽ ഇതാണ് അടുപ്പത്ത് വെച്ച് കഴിക്കല്ലേ. നിങ്ങൾ കുരുമുളക് ഇട്ടോ? കുരുമുളക്, പച്ചമല്ലി, അരച്ചപ്പോൾ അതൊക്കെ ഇട്ടൂല്ലേ? പച്ചമല്ലി, ചെറിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവയെല്ലാം ചേർത്തു. ഇത് ഇനി നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. ഇത് തിളച്ചിട്ട് വെന്തിട്ട് ഇനി ഇത് ബാക്കി കാണിച്ചു തരാം. നമുക്കിപ്പോൾ എത്ര കോഴിയുണ്ട്? നമുക്ക് 11 കോഴിയുണ്ട്.
11 കോഴി ഇനി ഓരോന്ന് കുത്തി ചോദിക്കും. കുഞ്ഞാണി വന്നിട്ട് വേണം നാടൻ കോഴി കോഴി. ഓലക്കൊടി കഴിഞ്ഞതിനാൽ ഊതി ഊതി കത്തിക്കുക. അങ്ങനെ കോഴി സൂപ്പ് അടുപ്പത്ത് വെക്കാം. ഇനി വേകട്ടെ, എന്നിട്ട് വാങ്ങി കാണിച്ചേക്കാം. കോഴി സൂപ്പ് ഈ മൺകുടുക്കിയിൽ കഞ്ഞി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. കുടുക്കിയിൽ കഞ്ഞി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എല്ലാവരും. എങ്ങനെയുണ്ട്? ഒരു അടുപ്പത്ത് കഞ്ഞി, ഒരടുപ്പത്ത് സൂപ്പ്. എടുത്തിട്ടില്ല. ഞങ്ങളുടെ മൺകുടുക്കയിലുള്ള ചോറ് വെക്കേണ്ട അഭിപ്രായം ഒന്ന് പറയുന്നുണ്ട് എല്ലാവരും. അതെങ്ങനെ നമ്മളല്ലേ തിന്നണത്? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? കഷ്ണം വേണ്ട. കഷ്ണം വലിയ താല്പര്യമില്ല. പൊടി നിൽക്കണ്ട, ബീഫും തന്നെ. മീനാണ് കുഴപ്പം. മീൻ കറി വെക്കണം, പൊരിച്ചോ വേണ്ട. കോഴി സൂപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് താളിച്ച് എന്തെണ്ണയില തളിച്ചുണ്ട്? വെളിച്ചെണ്ണയിൽ താളിച്ചത്. കോഴി സൂപ്പ് റെഡി. ഇതിൻ്റെ കണ്ണിൻ്റെ ഒക്കെ തിന്നാം. ചോറിൻ്റെ ഒപ്പം തിന്നാം. ഒരു പൊറാട്ട കിട്ടിയ പൊറാട്ടയുടെ ഒപ്പം തിന്നാം. അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കണം. അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ പറയണം. അങ്ങനെയുണ്ട്. ലൈക്കും ചെയ്യണം. ലൈക്കും ചെയ്യണം.